അവിടെ കയറി വന്നേ. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ അത് പാടില്ലെന്ന് നിനക്ക് തോന്നിയോ? ഇല്ല, അങ്ങനെ നീ ഒറ്റയ്ക്ക് എന്റെ നേരെ വരാൻ ധൈര്യം കാണിക്കില്ല. പറയടി, ആരാ ആരാ നിന്നെ പറഞ്ഞ് പിരിയേറ്റിയത്? ഈ ദീപകിനെതിരെ ആരാ നിന്റെ വാതുറപ്പിച്ചത്? എന്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാൻ നിന്നെ ഇറക്കി കളിച്ചത് ആരാടി? എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദീപക് സാറിന് എങ്ങനെ മനസ്സ് വരുന്നു? എന്നോട് ദീപക് സാറിന് സ്നേഹമില്ലായിരിക്കാം, പക്ഷെ എന്റെ വയറ്റിൽ വളരുന്ന ജീവൻ ദീപക് സാറിന്റെ ചോരയല്ലേ? ദീപക് സാറിന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന എന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ ദീപക് സാറിന് എങ്ങനെ സാധിക്കുന്നു? ഞാൻ ഉപയോഗിച്ച് ഉപേക്ഷിച്ച പെൺകുട്ടികളുടെ പിന്നാലെ പോയി അവർക്കൊക്കെ വയറ്റിലുണ്ടായ കുഞ്ഞുങ്ങളുടെ കണക്കെടുക്കാനേ ഞാനിതുവരെ പോയിട്ടില്ല. പിന്നെ നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് എന്റെ തന്നെയാണെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? നിങ്ങളുടെ സ്നേഹത്തോടുള്ള സംസാരത്തിലെ ഞാനൊരു സാധാരണക്കാരിയാണെന്ന് മറന്നു. എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. ഈ കുഞ്ഞ് ദീപക് സാറിന്റെ അല്ലെങ്കിൽ പിന്നെ ഈ ഗുണ്ടയുമായി രാത്രി എന്നെ തേടി ദീപക് സാർ വന്നെന്തിനാ? ഞാൻ DNA ടെസ്റ്റിന് പോകുന്നത് ദീപക് സാർ ഭയക്കുന്നു. നീ ഒത്തിരി അങ്ങ് ശബ്ദം ഉണ്ടാക്കണ്ട. പണവും പിടിപാടും കഴിവുമുള്ള എന്നെ പോലെ ഉള്ളവനെതിരെ നീ ശബ്ദം ഉയർത്തിയാൽ അതാരും കേൾക്കില്ല. ദിവ്യേ, ഇനി നീ ശബ്ദിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ വന്നത്. വർമ്മസാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നടന്ന സംഭവങ്ങളിൽ എനിക്ക് ഖേദമുണ്ട്. അത് ഞാൻ വർമ്മസാറിനെ വിളിച്ചറിയിച്ചതുമാണ്. ഈ പ്രായത്തിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരോരുമില്ലാത്ത 2 വയോധികരോട് വർമ്മസാറ് ഈ ക്രൂരത ഒരിക്കലും കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ വർമ്മസാറിന്റെ സ്വന്തം മകള് തന്നെ വർമ്മസാറിനെതിരെ പരാതി നൽകാൻ അവരെ സപ്പോർട്ട് ചെയ്തതാണ്. കോടതിയിൽ നിന്ന് പോലും വർമ്മസാറിനെതിരെ വേഗം ആക്ഷൻ എടുക്കാൻ കാരണമായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വർമ്മസാറിന്റെ നിരപരാധിത്വത്തിൽ യാതൊരു സംശയം എനിക്കില്ലെങ്കിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ എനിക്ക് ഈ കാര്യത്തിൽ വർമ്മസാറിനെ സഹായിക്കാനാവില്ല. പക്ഷേ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ സാർ. അതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഐ എം സോറി സാർ, അതിനുള്ള ഒരു ചാൻസ് ഞാൻ മുന്നിൽ കാണുന്നില്ല. 100% ചാൻസ് ഉണ്ട് സർ. അംബിക മേഡം ഉണ്ടായിരുന്നോ സാറിന്റെ കൂടെ? ഇരിക്കും മേഡം. ഓക്കെ, പറയൂ മേഡം, എന്താണ് നമുക്ക് മുമ്പിലുള്ള ചാൻസ്? എന്റെ അനിയനെതിരെ പരാതി നൽകിയ കർഷകര് അവരുടെ പരാതി പിൻവലിച്ചു. തെറ്റിദ്ധാരണയുടെ പേരില അവര് പ്രതാപവർമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. അത് ബോധ്യമായ ബഹുമാനപ്പെട്ട കോടതി പ്രതാപവർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനാണെന്ന് ശരിവെച്ച ഓർഡറാ അത്. ഇനി എന്റെ അനിയന്റെ നോമിനേഷൻ സാറിന് സ്വീകരിക്കാലോ? ഷുവർ. ബെസ്റ്റ് ഓഫ് ലക്ക് സർ. താങ്ക് യു. പിന്നെ ദിവ്യയുടെ കാര്യം അതെനിക്ക് വിട്ടേക്ക്. കണ്ടില്ലേ പ്രതാപ എന്റെ മോന്റെ ആത്മവിശ്വാസം? നീ ധൈര്യമായിട്ട് മത്സരിക്ക്. എന്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിന്നാ മതി. എന്താ സാർ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? തന്നെ കാണാൻ വരാൻ എനിക്കെന്തിനാടോ ഒരു മുന്നറിയിപ്പ്? അങ്ങനെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇനി അത് ശരിയല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇനി മുതൽ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വരാം. അയ്യോ സാർ, ഇവിടെ ഏത് നിമിഷവും അനുവാദം വാങ്ങാതെ വരാവുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ആളാ സാറ്. സാറിരിക്കും. വരണം സർ. ശേഖര, സുഖമല്ലേ? അതെ സർ. ഇനി വർമ്മയ്ക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ കൂടെ ഉണ്ടാവണം.
ഉറപ്പായും ഉണ്ടാവും സർ. ശേഖരനെ കുറിച്ചും ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഇത്തരക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ആ ചേച്ചി, ചായ എടുക്കാൻ പറയും. സാറിന് വിത്തോട്ടാ. അത് പിന്നെ എനിക്കറിയില്ലേ. അതെ അതെ, അംബികയുണ്ടാക്കിയ ചായ ഞാൻ എത്രയോ കുടിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോ ചായ വേണ്ട അംബികെ. ഞാൻ കുറച്ചു മുമ്പ് ഒരു ചായ കുടിച്ചതേയുള്ളൂ. എടോ വർമ്മേ, തന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ 1-2 ദിവസമായി വിചാരിക്കുന്നു. എന്താ സാർ? മറ്റൊന്നുമല്ല, ഈയിടെയായിട്ട് തനിക്ക് രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കൾ ഏറുകയാണോ എന്നൊരു സംശയം. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ കുറച്ചുനാളായി നിരീക്ഷിക്കുന്നു. തനിക്ക് തുടർച്ചയായിട്ട് പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക. തനിക്കറിയാവുന്നതല്ലേ. കുറച്ചുനാൾ മുമ്പ് വരെയും പാർട്ടിക്കകത്തോ ജനങ്ങൾക്കിടയിലോ തന്നെക്കുറിച്ച് ചെറിയൊരു ആരോപണം പോലും ഉണ്ടായിട്ടില്ല. വളർന്നു വരുന്ന യുവ നേതാക്കൾക്ക് താനൊരു റോൾ മോഡലായിരുന്നു. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ പാർട്ടിയിൽ പല നേതാക്കന്മാരും തന്നെക്കുറിച്ച് പല മുറുമുറുപ്പുകളും നടത്തുന്നുണ്ട്. സാർ, എന്റെ അറിവിൽ എനിക്കങ്ങനെ ശത്രുക്കളായിട്ട് ആരുമില്ല. അത് പാർട്ടിക്കുള്ളിലായാലും പാർട്ടിക്ക് പുറത്തായാലും.